സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും നിപ്പ പ്രതിരോധത്തിലെ വീഴ്ചകൾക്കെതിരെയും കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിപ്പ വൈറസ് ബാധയെ സർക്കാർ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ല എന്നും ആരോഗ്യവകുപ്പും സർക്കാരും തമ്മിൽ യാതൊരു ഏകോപനവുമില്ലാത്ത ശോചനീയമായ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഇവിടെ നിപ്പ വീണ്ടും വന്നു എന്നുള്ളതാണ്. ഇതൊരു വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ഇടപെടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാകാനും സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയുണ്ട്. നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ആരോഗ്യമന്ത്രിമാരൊന്നും മെഡിക്കൽ ബിരുദധാരികളല്ല. പക്ഷേ ഏറ്റവും കടുത്ത നിപ്പ ബാധയടക്കമുണ്ടായ ഘട്ടത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിലാണ് ഇവിടെ ഇതുണ്ടായിട്ടുള്ളത്. ആ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സഹായകമാകും. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതൊരു ശരിയായ രീതിയായില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.